JSW സിമെന്റ്സിന്റെ IPOs അവോയ്ഡ് സിമ്പിളാ തീർത്തു. ഓക്കെ സർ. ഫോറിൻ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചും ഫോറിൻ സ്റ്റോക്സിനെ കുറിച്ചും ചോദ്യങ്ങൾ ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് കാരണം 1-2 ചോദ്യങ്ങൾ മാത്രം ചോദിക്കാം സർ. ഇപ്പം വന്നിട്ട് ഇപ്പോൾ 100% ടാരിഫ് ഓൺ ചിപ്സ് പറഞ്ഞിരിക്കുന്നത് സർ. പക്ഷേ തായ്വാൻ അനൗൺസ് ചെയ്തിരിക്കുന്നു TSMC സ്റ്റോക്കിന് മേലെ ടാരിഫ് ഇല്ല എന്ന്. ഇത് കാരണം PSMC ലാസ്റ്റ് വീക്ക് റെക്കോർഡ് ഹൈക്ക് പോയി. ഇത് എങ്ങനെ സർ എയർലൈൻസ് എക്സംഷൻ വാങ്ങിയതുപോലെയാ സർ? അത്രയും തന്നെ മനസ്സിലാക്കിയത് ശരി. ഓക്കെ സർ, ഫൈൻ സർ. ഇപ്പോൾ ടാറ്റയും തന്നെ സെമി കണ്ടക്ടർ ചെയ്യുന്നു. ടാറ്റ നമ്മളെ മാർക്കറ്റിനെ സപ്ലൈ ചെയ്യാൻ തികയത്തില്ല. ഐ എം ആസ്കിങ് യു ദിസ് ആസ് എ സെമി കണ്ടക്ടർ ബേസ്ഡ് ക്വസ്റ്റ്യൻ ചോദിക്കണമെന്നാണ് സർ. ടാറ്റ ഹാസ് എ ലോങ് വേസ് ടു ഗോ ബോസ്. പക്ഷേ അത് ഇപ്പോൾ ജസ്റ്റ് തുടങ്ങിയതേ ഉള്ളൂ. 10 കൊല്ലം കഴിഞ്ഞ് ടാറ്റയുടെ അടുത്ത് ഈ ചോദ്യം നിങ്ങൾ ചോദിക്കണം. ടാറ്റ ഈസ് 10 years away. ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ഇതിൽ സർ. റിലയൻസ് ആൻഡ് TSMCനെ ഒരേ സ്ഥലത്തിൽ ഇവിടെ വയ്ക്കുന്നു. What do you see this? TSMCയുടെ ഓണർ വന്നിട്ട് ഒരുപാട് ടെക്നോളജി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദ എമൗണ്ട് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് 1 square meter സൈസ് അവർക്ക് ഏറ്റിയുണ്ടേ പോയാൽ നിറയെ ഒരുപാട് മാനുഫാക്ചറിങ് പ്രോസസ്സ് ചെയ്തിരിക്കുന്നു. ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ കച്ച എണ്ണയെ എവിടെ ചീപ്പായി വാങ്ങാൻ പറ്റുമോ അവിടെ നിന്ന് വാങ്ങി അതിനെ റിഫൈൻ ചെയ്ത് വിറ്റുകൊണ്ടിരിക്കുന്നു. സ്വന്തമായിട്ടുള്ള ടെക്നോളജി എന്താണ് ഇരിക്കുന്നത് റിലയൻസിൻ്റെ അടുത്ത്? ഒന്നുമില്ല. ഓക്കെ സർ, ഡൺ. അടുത്തത് ഇന്നലെ ചോദിച്ച ചോദ്യങ്ങളിൽ ലാസ്റ്റ് 10 years PE ഇവിടെ ഈ ലോ ആയിരിക്കുന്ന കമ്പനീസിനെ കുറിച്ച് ഇന്നലെ ചോദിച്ചു. അതിന്റെ കണ്ടിന്യൂഷൻ സർ. മാരുതി സുസുക്കി സർ 27. ടൊയോട്ട ആൻഡ് സുസുക്കി നോക്കിയാൽ തന്നെ ടൊയോട്ട ഇന്നും കുറഞ്ഞിരിക്കുന്നു. ഞങ്ങളൊക്കെ ഇന്റർനാഷണൽ മാർക്കറ്റിൽ കാലെടുത്ത് വയ്ക്കാൻ ചാൻസ് ഇരിക്കുന്നല്ലോ സർ. അതായത് അപ്പോൾ നിങ്ങൾ ടാറ്റ മോട്ടോഴ്സ് കൺസിഡർ ചെയ്യാം, ഹീറോ മോട്ടോർ കാർപ്പ് കൂടെ കൺസിഡർ ചെയ്യാം. ഓക്കെ സർ. അടുത്തത് ബജാജ് ഫിൻസർവ്. ഒരു വന്നിട്ട് PE വന്നിട്ട് 10 year ലോ ആണ് സർ. ഇപ്പോൾ വളരെ കോസ്റ്റ്ലി. ഇപ്പം നോക്കണ്ട. വിപ്രോ 18. നിങ്ങൾ വളരെ ക്ഷമയോടെ കാത്തിരിക്കുമെങ്കിൽ കിട്ടുന്ന സമയത്തിൽ 1-2 എന്ന് വിപ്രോ കൺസിഡർ ചെയ്യാം. ഇൻഫാക്ട് ടെക് മഹേന്ദ്രനെ വിട്ടുകൊണ്ട് HCL വിട്ടുകൊണ്ട് ഇന്നും സ്റ്റിൽ HCL കുറച്ച് ക്രാക്ക് ആവും. TCS ആണ് വിപ്രോ കൺസിഡർ ചെയ്യാം. ഓക്കെ സർ. കനറ ബാങ്ക് ഈ PE മാറ്ററിൽ ഇല്ല. പക്ഷെ കനറ ബാങ്കിന്റെ പ്രൈസ് ടു ബുക്ക് നോക്കിയാൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന് ഈക്വൽ ആയിരിക്കുന്നു. അതിൻ്റെ ഒരു ബാങ്ക് നിങ്ങൾ ഞാനും തന്നെ പറഞ്ഞു, അതൊക്കെ ഗവൺമെൻറ് ബാങ്കാണ്. ഇത് കാരണം അവർ ലാഭത്തിന് വേണ്ടി നടത്തൂല, പോളിറ്റിക്സിന് വേണ്ടി യൂസ് ചെയ്യുന്ന ബാങ്കാണിത്. ഇത് കാരണം അതിനെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണതാണ് ബെറ്റർ. മക്കളിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടൊന്നും പറയാനല്ലേ സർ? അടന്ന തിരികെ വാങ്ങിയാൽ ജനങ്ങളിന് സേവ് എന്ന് പറയാം. പാവപ്പെട്ട ജനങ്ങളിൽ ലോൺ കൊടുത്താൽ അതും ജനങ്ങളിനുള്ള ആവശ്യത്തിനെന്ന് പറയാം. വലിയ കൂട്ടുകാർക്ക് 1000 കോടി 2000 കോടി എന്ന് കൊടുത്തോണ്ട് അതിനെ വിട്ട് അതിന് എന്തെന്ന് പറയാം. ഓക്കെ സർ, ഐ സറണ്ടർ. പാവപ്പെട്ട ജനങ്ങളുടെ അടുത്ത് നിന്ന് കാശിനെ വാങ്ങി മുതലാളിമാർക്ക് 1000 കോടി 2000 കോടി എന്ന് കടം കൊടുത്തിട്ടുണ്ട്. അപ്പം വിട്ടിട്ട് കേസ് എടുത്തില്ല എന്ത് അർത്ഥമാണ് ഇതിന്? ഓക്കെ സർ, ബാക്ക് ടു PE ക്വസ്റ്റ്യൻ. സിപ്ല സർ. ഇപ്പോൾ തന്നെ അത് വന്നിരിക്കുന്നു. കുറച്ച് കറക്റ്റായാൽ നമുക്ക് നോക്കാം. സിപ്ല വന്ന് ഒരുപാട് കാര്യങ്ങളിനകത്ത് വന്നതുപോലെ ഒരു ഫീൽ ഇരിക്കുന്നു സർ. നല്ല കമ്പനിയാണ്, എത്തിക്കൽ ഹൈ. ഇപ്പോൾ തന്നെ കൺസിഡർ ചെയ്യുന്ന റേഞ്ചിൽ വന്നിരിക്കുന്നു. ഓക്കെ സർ. ഇന്ത്യൻ ഹോട്ടൽസ് വളരെ കോസ്റ്റ്ലി. ഡോക്ടർ റെഡ്ഡി കൺസിഡർ ചെയ്യാം. ABP വെരി കോസ്റ്റ്ലി. സർ ABB എന്ന് പറയുന്നത് ഒരു സ്വീഡിഷ് കമ്പനി. ഗിയേഴ്സ് ആൻഡ് അതർ തിങ്സ് ഒക്കെ ചെയ്യുന്നു. ഇലക്ട്രിക്കൽസിൻ്റെ അത് അറിയാൻ ബോസ്? ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുന്നത് സർ. ഇത് വന്നിട്ട് P റേഷ്യോ വളരെ ജസ്റ്റ് ബാക്ക് 10 വർഷത്തിന്റെ ഒപ്പം കമ്പയർ ചെയ്യുമ്പോൾ വളരെ ലോ അല്ലേ സർ? ഈ ചോദ്യം ഞാൻ ചോദിക്കുന്ന കാരണം വന്നിട്ട് 10 വർഷമായിട്ട് ഒരു ഷെയർ 100 രൂപയ്ക്ക് കുറച്ച് വന്നില്ല. ശരി, 20 വർഷം ലോയിന് വന്നാൽ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് ഒരു 10 വർഷം ഇനി ലോയിന് പോയാൽ നീക്കായിരിക്കും. നീ ഗ്രോത്തിന് തന്നെ വാല്യൂ ചെയ്യണം. ഇതേ ഇല്ല എന്ന് പറയുമ്പോൾ ഈ 25% ഏർണിങ്സിന്റെ മുകളിൽ ഇരിക്കുമ്പോൾ അതിനെ നോക്കി യൂസ് ഇല്ല. ഇനി ഈ റേറ്റിന് കിട്ടത്തില്ലയോ എന്നോ ഒരു തോട്ട് വരുന്നല്ലേ സർ? ഇല്ലെങ്കിൽ വേറെ സ്റ്റോക്ക് വരുന്നത് അതിലിട്ട് ചെയ്തിട്ട് പോകാം. സോ അതിനെ നമ്മൾ തേടിക്കൊണ്ടേ ഇരിക്കുന്നു എന്നാണ് സാർ പറയണത് അല്ലേ സർ? യെസ്. ഇൻഡസ്ഇൻഡ് ബാങ്ക് പുതു CEO രാജീവ് ആനന്ദ് വന്നിട്ടുണ്ട്. ഇവരിന് PR ശേഷാദ്രി, വൈദ്യനാഥൻ അവരെ സമത്തിന് വെച്ച് വെക്കുമാ? ഇല്ല, അങ്ങനെ നോക്കത്തില്ല. അപ്പോൾ ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ കഥ തീർന്നോ? ആസ് ഫാർ as ആനന്ദ് ശ്രീനിവാസൻ ഈസ് കൺസേൺ, ഇൻഡസ് ബാങ്കിന്റെ കാര്യം തീർന്നു എന്നല്ലേ നിങ്ങൾ വിചാരിക്കും? 1300 രൂപ ബുക്ക് വാല്യൂ. അപ്പോൾ ദിസ് വിൽ നോട്ട് സെൽ ബുക്ക് വാല്യൂ. കർണാടക ബാങ്ക് പോലെ ചെറിയ ബാങ്ക് അല്ല. നെക്സ്റ്റ് 15 months അത് ബുക്ക് വാല്യൂ കാണിക്കും. ബുക്ക് വാല്യൂവിൻ്റെ മുകളിൽ വന്നെങ്കിൽ നമ്മൾ കൊടുത്തിട്ട് വെളിയിൽ വരേണ്ടത് തന്നെ. ഓക്കെ ഫൈൻ. ബുക്ക് വാല്യൂ എന്ന് പറയുന്ന ഒരു ബേസ്, ഒരു സേഫ്റ്റി ഇരിക്കുന്നു. അത് ഇരിക്കുന്നു. സേഫ്റ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. പ്ലേ തീർന്നു. പക്ഷേ ഇതിൻ്റെ എഫക്റ്റ് ബുക്ക് വാല്യൂക്ക് മുകളിൽ പോകും. ബുക്ക് വാല്യൂക്ക് മുകളിൽ പോകുന്ന സമയത്തിൽ വെളിയിൽ വരാം. രാജീവ് ആനന്ദിന് വേണ്ടിയിട്ട് ഹി ഈസ് നോട്ട് PR ശേഷാദ്രി, ഹി ഈസ് നോട്ട് വൈദ്യനാഥൻ. സാറിനെങ്കിൽ കർണാടക ബാങ്ക് എക്സാമ്പിൾ പറഞ്ഞ കാരണം ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നു എന്തുകൊണ്ട് അത് വിളിന്നുകൊണ്ടേ ഇരിക്കുന്നു എന്ന്. വിളിന്നെങ്കിൽ നിങ്ങൾ എന്തിനാണ് പേടിക്കണം? ഹാപ്പി ആയിരിക്കണം. ഉള്ള സമയം നിങ്ങൾ അകത്തെടുത്തോണ്ടേ ഇരിക്കാം. ഇവിടെ 5 രൂപ തരുന്നു. എനിക്ക് എന്താണ് വിഷമം? ഓക്കെ സർ, അതിലെന്തെങ്കിലും ഒരു വലിയ പ്രോബ്ലം ഇരിക്കുന്നോ എന്ന് എനിക്കൊരു ചെറിയ സംശയം. ആ ബാങ്ക് ക്ലർക്ക ചേർന്ന ആളിനെ MD ആയിട്ടിരിക്കുന്നു. He knows about the bank in and out. ഓക്കെ സർ, ഫൈൻ. അണപ്പുറം ഫിനാൻസ് ദീപക് റെഡ്ഡിനെ വന്നിട്ട് ന്യൂ CEO ആയിട്ട് ഇട്ടിരിക്കുന്നു.
നിങ്ങൾ ഇന്നും വലുതായിട്ട് ഗ്രോ ചെയ്യാൻ പോകുന്നു എന്ന് ദീപക് റെഡ്ഡി ബജാജിലിരുന്ന് വെളിയിൽ വന്നത് ഉടനെ ഇൻഡസെന്റിന് പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ടോക്ക് ഇരുന്ന സമയം കൊണ്ട് ഇവർ പെട്ടെന്ന് മണപ്പുറത്തിൽ വന്നു. എന്തെന്ന് വെച്ചാൽ ദേ ആർ ബോത്ത് ഇൻ ദ സെയിം സെഗ്മെന്റ് ആണ്. രാജ്യം ഇവരും ദേ ആർ സെല്ലിംഗ് ലോൺസ് ടു പീപ്പിൾ ലോ ദി പോവർട്ടി ലൈൻ ഓർ ജസ്റ്റ് ബിലോ ലോ ഇൻകം ഗ്രൂപ്പ്സിനാണ് വിൽക്കുന്നു. എക്സ്പെർട്ടീസ് ഇവിടെ യൂസ് ആകും എന്ന കാരണത്താൽ ബെയിങ് ക്യാപിറ്റൽ വിൽ അഫക്റ്റ്. ഓക്കെ സർ, അപ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്ക് എന്ന് പറയുന്നത് നമുക്ക് ഗോൾഡിനായുള്ള ഒരു ഹെഡ്ജ്, അപ്പുറം ഫിനാൻസ് എന്നതും ഗോൾഡിനായുള്ള ഹെഡ്ജ്. ഇപ്പോ ദീപക് റെഡ്ഡിയും പി ആർ ശേഷാദ്രിയും ആർ ദേ ഇൻ പാർട്ട് വിത്ത് ഇറ്റ് നോട്ട് സീം വിത്തിൻ ദീപക് റെഡ്ഡി. ഇപ്പോൾ ഇത് 500 രൂപയ്ക്ക് ഇരിക്കുന്നതോ മാറ്റിയെങ്കിൽ 500 രൂപയ്ക്ക് വരെ കൊണ്ടുപോയി 5 ടൈം 6 ടൈം ബുക്സിന് പോയെങ്കിൽ then I will put forward with P.R. Sheshadri and Vaidyanathan. He has to show, has to prove, without Bajaj name, he had to deliver. ഇതുവരെയ്ക്കും മണപ്പുറം ഫിനാൻസ് നോക്കിക്കൊണ്ടിരിക്കാമോ? 120 രൂപയ്ക്ക് കൺസിഡർ ചെയ്തുകൊണ്ട് നോക്കിക്കൊണ്ടിരുന്നു. അതൊക്കെ അപ്പവേ തീർന്നു സർ. നിങ്ങൾ 140 വർണ്ണ സമയം നിങ്ങൾ കൺസിഡർ ചെയ്യണതായിട്ട് പറഞ്ഞു. അതോടെ നിർത്തി. 260, 270. ഈ 10 ഇയേഴ്സ് ആവറേജ് പി എന്ന് പറയുന്നത് എന്താണ്? ഇയേഴ്സിന് കുറവായിട്ട് ആവറേജ് പി ഇരിക്കുന്നത് ഞാൻ ഒരു ലിസ്റ്റ് എടുത്തിട്ട് വന്നിരിക്കുന്നു. ഓക്കെ, അതിനെക്കുറിച്ച് സംസാരിക്കാം. ആവറേജ് പി എന്ന് പറയുന്നത് ഒരു വർഷത്തിന് ലാസ്റ്റ് 10 വർഷത്തിനാണ്. ഒരു പി റേഷ്യോ എത്രയിരുന്നു അതിനെക്കാട്ടിൽ കുറവായിരിക്കുന്നു എന്നാൽ അതിലൊരു വലിയ സൈക്കോളജിക്കൽ പോയിന്റ്. അതായത് 10 ഇയേഴ്സ് ആയിട്ട് മാർക്കറ്റ് അതിനെ വാല്യൂ ചെയ്യുന്നതാണത്. പക്ഷെ അതിനെക്കാട്ടിലും ചീപ്പായിട്ട് വാല്യൂ ചെയ്യും. അപ്പോൾ 10 വർഷത്തിൽ ഈ വിലയിൽ ഇല്ലാതെ അത് കുറഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാമോ? യെസ്. 10 വർഷത്തിൽ ഈ സാധനത്തിന്റെ വില ഒരു 100 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്നു, 80 രൂപ 90 രൂപയ്ക്ക് തന്നെ ഇരിക്കുന്നു. ഇത് ലെവലിൽ വിറ്റാലും നീ എന്ത് നോക്കണമെന്ന് വെച്ചാൽ ആക്ച്വൽ മാർക്കറ്റ് വാല്യൂ എന്തെന്ന് നീ എസ്റ്റിമേറ്റ് ചെയ്യണം. ഇന്നും മുകളിലിരുന്ന് അതിനെ വെച്ച് നമ്മൾ എന്ത് ചെയ്യാനാ? ഓക്കെ, അതുപോലെ പി ബിലോ 10 ഇയർ ആവറേജ് പി എന്നിട്ട് പറഞ്ഞ ഒരു സെറ്റ് ഓഫ് ലിസ്റ്റ് എടുത്തോണ്ട് വന്നിരിക്കുന്നു. ഇത് നോക്കിയാൽ ഇതിൽ ഇരിക്കുന്ന ഷെയർസിനൊക്കെ ഞാൻ പറയാം, നിങ്ങളെ ഒപ്പീനിയൻ പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ. ഇതിൽ പട്ടാസ് ലിസ്റ്റിൽ ഇരിക്കുന്നത് ഞാൻ വലുതായിട്ട് പറയുന്നില്ല. ഭാരതി എയർടെൽ കോസ്റ്റ്ലി ഇപ്പോൾ കൂടെ 40 ടൈം 45 ടൈം ഏർണിങ്സ് ഇരിക്കും. 57 ഒരു 10 വീഴുന്നാ നോക്കാം. അപ്പൊ 10 വർഷത്തിൽ ഇത് ഇല്ലാതെ റേറ്റ് അല്ലേ സാർ? അപ്പൊ ഇത് 36 ടൈം ഏർണിംഗ് അല്ലേ? ആരൊക്കെ ഫോൺ വച്ചിരിക്കുന്നു, അവരൊക്കെ വച്ചിരിക്കുന്നു. ഇതിൻ്റെ മുകളിൽ എന്താണ് എക്സ്പാൻഡ് ആകാൻ പോകുന്നു? അങ്ങനെ ഇരുന്നാൽ ഇന്നലെ പ്രൊമോട്ടറെ 0.93% വിറ്റു. അത്രയും ചീപ്പാണ് ഇരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് പ്രൊമോട്ടർ വിൽക്കുന്നു? ഓക്കെ, then why is promoter exiting? അവരെ തന്നെ ചോദിക്കണം. അവരെന്ത് വിചാരിക്കുന്നു വെച്ചാൽ ഇന്നും കറപ്റ്റ് ആകും എന്നാണ് വിചാരിക്കുന്നു. സാർ മുമ്പേ പറഞ്ഞിരിക്കുന്നു, ഈ പ്രൊമോട്ടർ വിൽക്കുന്നു എന്നാൽ പ്രൊമോട്ടർ ഇന്റഗ്രിറ്റി, പ്രൊമോട്ടർ ഷെയർ ഹോൾഡിംഗിൽ നോക്കുമ്പോൾ അവർ എത്രയാണ് വച്ചിരിക്കുന്നത് എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ തന്നെ ഇപ്പൊ ഭാരതി എയർടെൽ അടി വാങ്ങുന്നു. സാർ ടി സി എസിന്റെ പി 22 ഇരിക്കുന്നു. 10 ഇയർ പി ഈ പിന്നെക്കാട്ടിലും കുറവായിട്ടിരിക്കുന്നു. സ്വർണ്ണം പൂട്ടിക്ക് ഇതിനെ കൺസിഡർ ചെയ്യാം. SBI ഞാൻ ചെയ്യത്തില്ല. QIP എന്ന് പറഞ്ഞിപ്പോൾ എല്ലാത്തിനും LICയുടെ തലയിൽ കെട്ടിയിരിക്കുന്നു. ഇവനും താഴെ വീണു, LICയും കൂടെ ചേർത്താണ് താഴെ കൊണ്ടുപോയിരിക്കുന്നു. നിനക്ക് അത്രയും ധൈര്യം ഉണ്ടെങ്കിൽ നീ മാർക്കറ്റിൽ ഇറങ്ങേണ്ടത് തന്നെയല്ലോ. ഇതെന്താണ് മാർക്കറ്റിൽ ഇറങ്ങാതെ LICയുടെ തലയിൽ കെട്ടുന്നു? സാർ ഇപ്പൊ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കയ്യിൽ വെച്ചിരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങളെ മെസ്സേജ് എക്സിറ്റ് കൺസിഡർ ചെയ്ത് നമ്മളെ ബാസ്ക്കറ്റ് ഓഫ് ബാങ്ക്സിൽ പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്താൽ നന്നായിരിക്കും. ഓക്കെ, പട്ടാസ് ലിസ്റ്റിൽ ഇരിക്കുന്നത് പറയാനോ അല്ലേ സാർ? ഓക്കെ സാർ, അടുത്തത് ഇൻഫോസിസ് 21.622 എടുത്തില്ല എങ്കിൽ ഇങ്ങനെ കൺസിഡർ ചെയ്യാം. ഇപ്പൊ എൻ്റെ തന്നെ ഞാൻ പേഴ്സണലായി എടുത്തെന്ന് വെച്ചോ 1400 റേഞ്ചിൽ ഇരിക്കുന്നു. ഇത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടാണ് ഇരിക്കുന്നു. ഇതിൽ നോക്കുമ്പോൾ ഇറ്റ്സ് ഫൈൻ, വാല്യൂ വൈസ് ഇറ്റ്സ് ഫൈൻ. എന്തെന്ന് വെച്ചാൽ ഇതിന്റെ ഫുൾ ക്യാഷ് ഫ്ലോ ഈസ് പ്രോഫിറ്റ്സ് ആണ്. ആൻഡ് ദർ വിൽ ബി ലോട്ട് ഓഫ് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഡിവിഡൻഡ് റേറ്റ് വിൽ ബി ഹയർ ദാൻ ദി ഓൾഡർ സേവിങ്സ് ഡിവിഡൻഡ്. ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ഹിന്ദുസ്ഥാൻ യൂണിയനിലേക്ക് 55 PE പക്ഷേ വർഷത്തിന് കുറവായിട്ടാണ് ഇരിക്കുന്നു. 40 PE വന്നാൽ നോക്കാം. നിങ്ങൾ എബ്രോഡിലല്ല സർ പറഞ്ഞു, കയ്യിൽ വച്ചിരിക്കുന്നവർക്ക് കയ്യിൽ വച്ചിരിക്കുന്ന ആൾക്കാർ പ്രോഫിറ്റബിൾ എന്ന് വച്ചിരിക്കാം. ബജാജ് ഫിനാൻസ് സർ വെരി കോസ്റ്റ്ലി 31 ഇരിക്കുന്നു. കോസ്റ്റ്ലി ബുക്ക് വാല്യൂ നോക്ക്. അവർക്ക് ബുക്ക് വാല്യൂ നോക്കണം. ഓക്കെ, HCL വച്ചിരിക്കുന്ന ആൾക്കാർ HCL എക്സിറ്റ് കൺസിഡർ ചെയ്ത് ITCയിൽ പോസിറ്റീവായിട്ട് തുടങ്ങാം. ഓക്കെ സർ, താങ്ക് യു, താങ്ക്സ് ഫോർ ദ ടൈം സർ. വീഡിയോ നോക്കിയതിന് വളരെ നന്ദി. ഈ വീഡിയോസിന് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ അയച്ച് അവരെയും നോക്കാൻ പറയുക. ഈ വീഡിയോ അവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.